ആദ്യമായിട്ട് പാതാളം ബണ്ടിനെ കുറിച്ചാണ് പറയാൻ പോണത്. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. പാതാളം ബണ്ട് രാത്രി 9 മത്സ്യകർഷകനാണ്, മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യകർഷകനുമാണ്, രണ്ടും കൂടിയാണ്. പാതാളം ബണ്ട് തുറന്നു വിട്ടത് ഇറിഗേഷൻ വകുപ്പ് പറയണത് ഞങ്ങൾ 3:30 മണിക്ക് ഒരു ഷട്ടർ തുറന്ന് പിന്നെ 7:30 മണിക്ക് 2 ഷട്ടർ തുറന്നെന്നാണ് പറയണത്. അത് ഭൂതത്താങ്കെട്ടിൽ നിന്നും വെള്ളം വിട്ട് നിയന്ത്രിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം വിട്ടെന്നാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പറയണത്. ഇറിഗേഷൻ വകുപ്പുകാർ ചെയ്തേക്കണത് പാതാളം ബണ്ട് തുറന്നു വിടുന്നതിന് മുമ്പ് കമ്പനികൾക്ക് അറിവ് കൊടുത്തിട്ട് കമ്പനിയിൽ നിന്നും വിഷവെള്ളം പുറത്തോട്ട് വിടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പുഴയിൽ അതിനനുസരിച്ചുള്ള ആനുപാതികമായ ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ബണ്ട് തുറന്നതിന് ശേഷം. മീനുകൾ ഓക്സിജൻ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. വിഷവെള്ളം വന്നപ്പോഴത്തേക്കും മീനുകൾ മുകളിലോട്ട് വന്ന് ചാകാൻ പോണ പോലെ കണ്ടപ്പോഴാണ് ഞങ്ങളിത് അറിയണത്. അതിനുശേഷം ഞങ്ങൾക്ക് കൂടുകളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമല്ല. ഇതൊക്കെ അതുപോലെ സെറ്റിൽ ചെയ്തിട്ടേക്കണ കൂടുകളാണ്. അതൊക്കെ നശിച്ചു പോവുകയുള്ളു. അതുകൂടാതെ ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്ന സാധനമൊക്കെ കൂടുതൽ പിടിച്ചിട്ടുണ്ടാവും, പാവലുകൾ പിടിച്ചിട്ടുണ്ടാവും. അതങ്ങനെ പെട്ടെന്ന് പൊക്കിയെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് 5 കിലോ 10 കിലോ അല്ല ഇട്ടേക്കണത്. സാധിക്കാത്ത കാര്യമാണ്. അപ്പം ആ സാധനങ്ങൾ നശിച്ചു പോവുകയുള്ളു ആ സാഹചര്യം. അതെ ബെന്നി, ഇന്നലെ ഞാൻ റിപ്പോർട്ട് സംസാരിച്ചാണ്. ചേട്ടന് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഞാൻ ഒരു കൂടാണ് ഇട്ടേച്ചത്. 1000 കാളാഞ്ചി കുഞ്ഞുങ്ങളാണ് ഇട്ടേച്ചത്. ഞാനത് ഒരെണ്ണം മേടിച്ചത് 43 രൂപയായിട്ടാണ്. ഇപ്പം അത് ഞാൻ ഈ മഴക്കാലം വരുമ്പോൾ അത് പിടിക്കാൻ വേണ്ടിയുള്ള നിന്നേച്ചാണ്. സെപ്റ്റംബറിലിട്ടാണ് വലുതാകട്ടെ എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് ചീനവലയുമുണ്ട്. ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന മീനുകൾ ചെറുതൊക്കെ ഇട്ടിട്ട് വലുതാക്കി എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എൻ്റെ മകള് പഠിക്കാൻ പോയേക്കാണ്. അപ്പോൾ മകൾക്ക് ഈ അടുത്ത മാസം ഫീസ് അടക്കണം. അതിനൊപ്പിച്ച് വെച്ചാണ്. അതാണ് ഈ നശിച്ചു പോയത്. അപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അതൊക്കെ പറയുമ്പോൾ. അത് ഞങ്ങളുടേതായ പ്രശ്നം. അത് എല്ലാവരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇത് എൻ്റെ മാത്രം ഒരു കാര്യമല്ല. ഇത് വൈകാരികമായിട്ട് സംസാരിക്കേണ്ട ഒരുപാട് പ്രശ്നമുണ്ട്. ഇത് ചോര ഞങ്ങളുടെ തിളക്കും. അതുപോലത്തെ അവസ്ഥയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ച വീടിന് തുല്യോർന്ന്. അത് എൻ്റെ മാത്രമൊന്നുമല്ല. ഇവിടെ ഈ പ്രദേശത്ത് പരിസരത്തുള്ള എല്ലാവരും ഇതേപോലെ വൈകാരികമായിട്ട് സംസാരിക്കും. ഞാൻ ഇന്നലെ രോഷമായിട്ടൊക്കെ സംസാരിച്ച ആളാണ്. ഇത് ഒരു കാര്യം പറയണത് ഞാൻ മുഴുവനും പറഞ്ഞില്ല, കുറച്ചധികം സംസാരിക്കും. അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കണതും. നിങ്ങൾക്ക് പറയാനുള്ള കേൾപ്പിക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇറിഗേഷൻ വകുപ്പ് ഈ കുറ്റം ചെയ്തേക്കണാണ്, കൃത്യമായിട്ട് കുറ്റം ചെയ്തത് തുറന്നു വിട്ടേക്കണാണ്. അത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രി. പറഞ്ഞേക്കണത് അന്വേഷിച്ച് റിപ്പോർട്ട് ശനിയാഴ്ചക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞേക്കണത്. ശരിയായ റിപ്പോർട്ട് സബ് കളക്ടർ കൊടുക്കണം. സബ് കളക്ടറിൻ്റെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്, ഇത് കമ്പനികളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ വെള്ളം തുറന്നു വിട്ടേക്കണത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കൂടി കേട്ടിട്ടായിരിക്കണമല്ലോ സബ് കളക്ടർ റിപ്പോർട്ട് കൊടുക്കുക. അതെ, അത് കേൾക്കും. ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം ഇത് കേൾക്കണമല്ലോ. ഞാൻ അതിനാണ് പറയണത്, കേൾക്കാൻ വേണ്ടിയാണ് പറയണത്. സബ് കളക്ടറുടെ ശ്രദ്ധയിൽ തന്നെയാണ് പെടുത്തണത്. ഇത് അല്ലാതെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച ആളിൽ വിടും. ഇറിഗേഷൻ വകുപ്പിൻ്റെ ഓഫീസർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, 8 മണിക്ക് തന്നെ മീൻ ചാകാൻ തുടങ്ങിയെന്ന്. ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ സൂത്രമാണ്. പക്ഷേ ഇത് ഈ 40 വർഷമായിട്ടാണ് ഞാൻ ഈ പാതാളം ബണ്ട് തുറക്കണം കാണുന്നത്. ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് രൂക്ഷമായ വിഷവെള്ളം പുറത്തോട്ട് വിട്ടതുകൊണ്ടാണ് ഈ മുളകാട് വരെയും, അത് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഏരിയ, ഒരു 10 കിലോമീറ്റർ അകലെ വരെയും അല്ലെങ്കിൽ 15 കിലോമീറ്റർ അകലെ വരെയും മീൻ ചത്തുപോവുകയാണ് ചെയ്തത്. മറ്റത് ചാകാതെ നിസ്സാരം സംഭവമൊക്കെ ഉണ്ടാവും. ഒരു കാര്യം അത് കഴിഞ്ഞില്ല, ഇനിയുണ്ട് പറയാൻ. അപ്പോൾ ഇത് ഇറിഗേഷൻ വകുപ്പ് പറയണത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും പൈപ്പ് ഭൂമിക്കടിയിൽ കൂടി അത് സാറ്റലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആധുനിക സംവിധാനം വഴി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് കണ്ടുപിടിച്ചത് ഈ കാര്യം നടക്കൂല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഞാൻ പറഞ്ഞു തീർന്നില്ല. പൊല്യൂഷൻ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അല്ല, ഇതും കൂടി പറഞ്ഞോട്ടെ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് ഇറിഗേഷൻ പറയും. ഇറിഗേഷൻ വകുപ്പ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അനുമതി കൊടുത്തേക്കാണ് പൈപ്പ് പല കമ്പനികൾക്കും പുഴയിലോട്ട് ഇടാൻ. മാത്രമല്ല പുഴയിലേക്ക് ഇടരുതെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. കോടതിയുടെ ഉത്തരവുണ്ടായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.